ഷഹബാസ് വധക്കേസിൽ പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് ആരോപിച്ചുകൊണ്ടുള്ള MSFന്റെ പ്രതിഷേധം തത്സമയം. യുവജന സംഘടനകളുടെ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ട്. രാവിലെ KSU പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ MSFന്റെ പ്രതിഷേധവും നടക്കുകയാണ്. ബെൻസൻ ബാബുവിന്റെ വിവരങ്ങളുമായി. ബെൻസൻ, നേരത്തെയും MSFന്റെ പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തൊക്കെ നീക്കിയതാണ്. വീണ്ടും പ്രതിഷേധ സാഹചര്യമാണല്ലേ? സേതുലക്ഷ്മി തന്നെ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. തുടർച്ചയായി ഇത്തരത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ തുടർച്ചയായി എത്തുന്നു, വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. നേരത്തെ MSF സംസ്ഥാന പ്രസിഡന്റ് നവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും പ്രതിഷേധം നടത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. വീണ്ടും MSFന്റെ പ്രവർത്തകർ എത്തിച്ചേർന്ന് വീണ്ടും പ്രതിഷേധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുൻപിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ പോലീസ് സന്നാഹമുണ്ട്. രാവിലെ തൊട്ട് തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. രാവിലെ 6:30 തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. KSUവിന്റെ പ്രതിഷേധമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് MSFന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. അങ്ങനെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധമായി എത്തുന്നു. ഈ 5 വിദ്യാർത്ഥികളെയും പ്രതികളായ 5 വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. ഇത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇന്നലെ തൊട്ട് തന്നെ ഇത്തരത്തിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് ഈ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞിരുന്നു. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ രാവിലെ തൊട്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് മുൻപിലുണ്ട്. ഈ ഹോമിനുള്ളിൽ തന്നെയാണ് ഈ 5 വിദ്യാർത്ഥികളും ഉള്ളത്. അവർക്ക് ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്, വലിയ പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ ഹോമിനകത്ത് തന്നെ പരീക്ഷ എഴുതാനുള്ള സംവിധാനം, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. 5 വിദ്യാർത്ഥികൾക്കും ഇവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ പരീക്ഷ ഇതിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുന്നത്. നമുക്ക് 9:30 കൂടിയാണ് ഈ പരീക്ഷ, SSLC പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ ആ പരീക്ഷ ആരംഭിക്കുമ്പോഴേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. KSU, MSF, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി എത്തുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. റോഡിലേക്ക് ഉൾപ്പെടെ, റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുൾപ്പെടെ വലിയ സമരങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. 5 വിദ്യാർത്ഥികളും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജുവനൈൽ ഹോമിനകത്ത് തന്നെയാണുള്ളത്. അവിടെ ഒബ്സർവേഷൻ ഹോമിലാണുള്ളത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം നൽകുന്നു. അത് താമരശ്ശേരിയിലെ സ്കൂളിൽ തന്നെ വെച്ച് പരീക്ഷ എഴുതാൻ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് അത്തരത്തിൽ താമരശ്ശേരിയിൽ തന്നെ പരീക്ഷ എഴുതിപ്പിച്ചാൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് മുന്നറിയിപ്പ് ലഭിക്കുന്നു. അതിന്റെ ഭാഗമായി പരീക്ഷാ കേന്ദ്രം മാറ്റുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അങ്ങനെ നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഈ വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന് തൊട്ട് സമീപത്തുള്ള ക്വാർട്ടേഴ്സിന് സമീപത്തുള്ള ഒരു സ്കൂളിൽ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. എന്നാൽ അവിടേക്കും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജുവനൈൽ ഹോമിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്കുള്ള പ്രതിഷേധങ്ങൾ, യുവജന സംഘടനകളുടെ പ്രതിഷേധങ്ങൾ വീണ്ടും തുടരുകയാണ്.